കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ ഈ നിൽക്കുന്ന ചേച്ചി ഗർഭിണികൾക്ക് കൊടുക്കാനുള്ള വൈറ്റമിൻ ടാബ്ലറ്റിന്റെ ഒരു പ്രിസ്ക്രിപ്ഷനുമായി വരുമെന്നും അതിന് പകരം അബോർഷനുള്ള ടാബ്ലറ്റ് കൊടുക്കണമെന്നും എന്നോട് പറഞ്ഞു. CKC സാറാണ്. ഈ ചേച്ചി വൈറ്റമിൻ ടാബ്ലറ്റിന്റെ സ്റ്റെപ്പ് തന്നെയാണ് കൊണ്ടുവന്നത്. CKC സാർ പറഞ്ഞനുസരിച്ച് ഞാൻ ആ ടാബ്ലറ്റ് മാറ്റിക്കൊടുത്തത്. എന്തിനാടാ ദ്രോഹി നീ ഇങ്ങനെ ഒരു ചതി ചെയ്തത്? CKC സാറ് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. സാറൊരു കാര്യം പറഞ്ഞാ എനിക്ക് പറ്റില്ല എന്ന് പറയാനാവില്ല, അതുകൊണ്ട് ചെയ്തതാ. സോറി. കേട്ടല്ലോ, നിധിയെ ഇറക്കി വിടാൻ വെപ്രാളം പിടിക്കുന്നവര് കൃത്യമായിട്ട് കേട്ടല്ലോ അല്ലേ? ഇനി എന്താ പറയാനുള്ളത്? അതെ, CKC ഞങ്ങൾ ഇതൊക്കെ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ വേണ്ടി അത്ര മണ്ടന്മാരൊന്നുമല്ല ഞങ്ങൾ. എവിടുന്നോ ഏതോ ഒരുത്തനെ കൊണ്ടു നിർത്തിയിട്ട് മെഡിക്കൽ സ്റ്റോറിലെ പയ്യനാണിതെന്നും ഇവനാണ് ടാബ്ലറ്റ് മാറ്റി തന്നതെന്നും CKC ചെയ്യിച്ചതാണെന്നും ഒക്കെ പറഞ്ഞാ അത് ഞങ്ങൾ അങ്ങ് വിശ്വസിക്കണം അല്ലേ? സംശയമുള്ളവർക്ക് ഇവനെ വെച്ച് തന്നെ തെളിവെടുക്കാം. വേണമെങ്കിൽ ചോദ്യം ചെയ്ത് നോക്കാം. പക്ഷേ അതിലൊരു അപകടമുണ്ട്. എന്ത് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലും ഈ കഥ വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. ശിവാനിയെ സ്വന്തം മോളെ പോലെയാ CKC കാണുന്നത്. ആ CKC തന്നെ ഇവളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കുമെന്നൊക്കെ പറഞ്ഞാലേ അത് വെള്ളം തൊടാതെ വിഴുങ്ങാൻ പറ്റില്ല എനിക്ക്. ഇവൻ ആ മെഡിക്കൽ സ്റ്റോറിലെ സ്റ്റാഫ് തന്നെയാണോ എന്ന് ആർക്കറിയാം? ഒരു കാര്യം ചെയ്യണം മാഡം, നേരെ ആ മെഡിക്കൽ സ്റ്റോറിൽ പോ. അവിടെ CCTV ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലേക്കും പോവാം. അന്വേഷണം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നടക്കട്ടെ. അങ്ങനെയൊക്കെ പോയാലേ ഞാൻ ആ സമയത്ത് മെഡിക്കൽ സ്റ്റോറിൽ ചെല്ലും എന്ന കാര്യം CKC എങ്ങനെ അറിഞ്ഞു എന്നതുൾപ്പെടെ തെളിയിക്കാൻ പറ്റൂ. എന്താ വേണോ? സാറേ, ഞാൻ പൊയ്ക്കോട്ടെ സാറേ. എന്നെ വെറുതെ കേസിനെ വഴക്കൊന്നും പെടുത്തല്ലേ. നിന്നെ കാണാൻ ഇനിയും ഞാൻ വരും. ഈ കേസിനല്ല രാഹുലെ, മാറ്റിയെടുക്കുന്നതന്നെ ഞാൻ. ആ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കാം. തൽക്കാലം ഇവൻ പൊയ്ക്കോട്ടെ ഗൗതം. സോറി ചേച്ചി, സോറി സാർ. ഇനി മേലിൽ ഞാനിങ്ങനെയൊന്നും ചെയ്യില്ല. ആരാ ശിവനി ഇറങ്ങിപ്പോയെ? എനിക്കറിയില്ല, ഇവര് കൊണ്ടുവന്നത് അവനെ. എന്തൊക്കെ പറയുന്ന കേട്ടു. എന്തൊക്കെയോ അല്ല, കൃത്യമായിട്ട് പറഞ്ഞുതരാം ഞാൻ. നിന്റെ CKC അങ്കിള് കാണിച്ച ദുഷ്ടതയുടെ കഥകളാ അവൻ ഇപ്പൊ ഇവിടെ വന്ന് വർണ്ണിച്ചത്. എടാ, ഈ കുടുംബത്തിനെ തന്നെ നശിപ്പിക്കാൻ തീരുമാനിച്ചിറങ്ങിയിരിക്കുന്ന ആളാണ് CKC. ആ അയാള് നിന്നെ സഹായിക്കുന്നു പറഞ്ഞപ്പോ വിശ്വസിച്ച മണ്ടനായി പോയല്ലോ നീ. പറഞ്ഞു തരാം ഞാൻ. മരുന്ന് വാങ്ങാൻ ചെല്ലുമ്പോ പ്രിസ്ക്രിപ്ഷനിലുള്ള വൈറ്റമിൻ ടാബ്ലറ്റ്സിന് പകരം അബോർഷൻ ടാബ്ലറ്റ്സ് കൊടുത്തു വിടണമെന്ന് ആ പോയ മെഡിക്കൽ സ്റ്റോറിലെ സ്റ്റാഫിനോട് നിർദ്ദേശം കൊടുത്തത് നിന്റെ CKC അങ്കിളാ. ഞാനിത് വെറുതെ പറയുന്നതല്ല. തെളിവ് സഹിതം അവനെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തി ഇവരുടെ എല്ലാം മുന്നിൽ വെച്ചാണ് ആ പയ്യൻ ഇത് പറഞ്ഞത്. കേട്ട ആൾക്കാരായി നിൽക്കുന്നതെല്ലാം. ഞാൻ അപ്പം മുതൽ പറയുന്നതല്ലേ പ്രണവേ, ഞാനിതൊന്നും അറിഞ്ഞതല്ലെന്ന്, ഞാനിങ്ങനൊന്നും ചെയ്തിട്ടില്ലെന്ന്. അതും എന്നെ ഇവിടെ നിറക്കി വിടാൻ നീ ഉൾപ്പെടെ എല്ലാവരും വാശി പിടിച്ചില്ലേ? ഒന്ന് മനസ്സിലാക്കിക്കോ, ഒരിക്കലും നിനക്കോ ശിവാനിക്കോ ദോഷം വരുന്നതൊന്നും ഞാൻ ചെയ്യില്ല. വിശദമായ കാര്യങ്ങളൊക്കെ നിന്റെ ആന്റിയും ഭാര്യയും ഇവിടെ നിൽപ്പുണ്ട്. പോരാത്തതിന് ഇതാ അമ്മയുണ്ട്, അവര് പറഞ്ഞു തരും. പിന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ മുഴുവൻ ആൾക്കാരെയും ഞാൻ പൊക്കും, അതുറപ്പാ. വാ നിധി. ചേടാ,
എവിടെയോ ഒരു പെശക് പറ്റിയല്ലോ. എന്തായിരിക്കും അത്? ഇവന്റെ മനസ്സ് വീണ്ടും മലക്കമറിയുന്ന ലക്ഷണമാണല്ലോ. ആ, പുതിയ തന്ത്രം വർക്കാവൂന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും നിങ്ങളുടെ ഏട്ടനും എടുത്ത ഈ മുഗ്രം കക്ഷികള് ഇതിനു വേണ്ടിയുള്ള ബുദ്ധി എവിടെ ഇരിക്കുന്നെന്നാ എനിക്ക് മനസ്സിലാവാത്ത. എന്ത് ബുദ്ധി? അവര് വിചാരിച്ചോണ്ട് ഇപ്പൊ സത്യം തെളിഞ്ഞില്ലേ? ആ, അത് ശരി. ഈ പറഞ്ഞതിനർത്ഥം ഇപ്പൊ നടന്ന നാടകവും പ്രണവ് വിശ്വസിച്ചു എന്നല്ലേ? നാടകം? എന്ത് നാടകം? CKC ആണ് ആ മെഡിസിൻ മാറ്റി കൊടുത്തതെന്ന് ആ രാഹുല് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഓ പ്രണവേ, നീ ഒരു പാവാ. എന്തെങ്കിലും ഒരു കാര്യം നടന്നാൽ അതിന്റെ മറുവശം ആലോചിക്കില്ല. കണ്ണടച്ചങ്ങ് വിശ്വസിച്ചോളൂ. ഇത്രയ്ക്ക് ശുദ്ധനാവരുതേ പ്രണവേ. കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവും. ആ രാഹുലിനെ പണം കൊടുത്ത് സ്വാധീനിച്ചു കൊണ്ടുവന്ന് കള്ളം പറയിപ്പിച്ചതാ ഇവര്. 24 മണിക്കൂറിനകം നിധിക്ക് ഈ വീട് വിട്ട് ഇറങ്ങേണ്ടി വരുമെന്ന് ഉറപ്പായപ്പോ നല്ല ഒന്നാന്തരൊരു തന്ത്രം അങ്ങ് ഒപ്പിച്ചെടുത്തു. ഒരു കാര്യം പ്രണവ് ശ്രദ്ധിച്ചായിരുന്നു. പറഞ്ഞു പഠിപ്പിച്ച കാര്യങ്ങള് ഇവിടെ വന്ന് ഛർദ്ദിച്ചു വയ്ക്കാനല്ലാതെ ഒരക്ഷരം ആ രാഹുലിനെ മിണ്ടാൻ ഗൗതം അനുവദിച്ചില്ല. അവരുടെ കാര്യം കഴിഞ്ഞതും അങ്ങ് ഓടിച്ചു വിട്ടു. എനിക്ക് അങ്ങോട്ട് അതിൽ വിശ്വാസമൊന്നും വരുന്നില്ല. വിശ്വസിക്കണം. ഇപ്പൊ വന്ന ആ പയ്യൻ CKCയുടെ പേര് പറഞ്ഞപ്പോ തന്നെ അതിലൊരു ചതി ഞാൻ മണത്തു. കാരണം നിങ്ങളുടെ വിവാഹം നടത്താൻ മുന്നിൽ നിന്നവരാണ് CKCയും ജ്യോതിയും. അവര് നിങ്ങളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കുമെന്ന് തോന്നുന്നുണ്ടോ പ്രണവേ നിനക്ക്? എല്ലാം അഭിനയമല്ലേ, നല്ല ഒന്നാം തരം അഭിനയം. എല്ലാം കൂടെ കേട്ടിട്ട് എനിക്കാകെ കൺഫ്യൂഷൻ ആവുക. ഹലോ, പ്രണവ് സാറല്ലേ? സാറേ, ഞാനിപ്പോ സാറിന്റെ വീട്ടിൽ വന്നിട്ട് പോയ ആളാണ് രാഹുല്. ആരാ പ്രണവ്? മെഡിക്കൽ സ്റ്റോറിലെ രാഹുല്. അവനെന്തിനാ വീണ്ടും വിളിക്കുന്നേ? ഒന്ന് ലൗഡ് സ്പീക്കറിൽ ഇട്ടേ. ഇട്. കുറ്റബോധം കൊണ്ടാണ് സാർ ഞാനിപ്പം വിളിക്കുന്നത്. സാർ എന്നോട് ക്ഷമിക്കണം. ഈ സത്യം സാറിനെ അറിയിച്ചില്ലെങ്കിലേ എനിക്ക് കിടന്ന ഉറക്കം പോലും വരില്ല. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. ടാബ്ലറ്റ് മാറ്റിത്തരാൻ CKC സാറാണ് പറഞ്ഞതെന്ന് ഞാൻ വെറുതെ കള്ളം പറഞ്ഞതാ സാറേ. ആ നിധിയില്ലേ, നിധി തന്നെയാണ് അബോർഷൻ ടാബ്ലറ്റിനുള്ള പ്രിസ്ക്രിപ്ഷനായി വന്നതും അത് വാങ്ങിക്കൊണ്ട് പോയതും. സത്യമാണോ നീ പറയുന്നേ? സത്യമാണ് സാറേ. ഇതിൽ ഇത്ര വലിയ ചതിയുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല സാറേ. കള്ളക്കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ വന്ന് ഈ കള്ളം പറഞ്ഞത്. ഈ CKC എന്ന് പറയുന്ന ആൾ ആരാണെന്ന് പോലും എനിക്കറിയില്ല സാറേ. സാർ എന്നോട് ക്ഷമിക്കണം. വയ്ക്കട്ടെ സാറേ. ദയവ് ചെയ്ത് എന്നെ ഈ കേസിൽ വലിച്ചെടുക്കില്ലേ സാറേ. ഹലോ ഹലോ, ഇതാണ് ദൈവം ഉണ്ടെന്ന് പറയുന്നത്. അതുകൊണ്ടാ അവനുള്ള സത്യം വിളിച്ച് പ്രണവിനോട് പറയാൻ തോന്നിയേ. ഇക്കണക്കിന് പോവുകയാണെങ്കിലേ നമ്മുടെ കുഞ്ഞിനെ മാത്രമല്ല നമ്മളെ കൂടി ആ നിധി കൊന്നുകളയും. അസൂയ. നിങ്ങൾക്ക് ആദ്യം കുഞ്ഞു പിറക്കുന്നതിലുള്ള അസൂയ. പോരാത്തതിന് എന്റെ സ്വത്തുക്കളുടെ എല്ലാ അവകാശി നീയാണെന്ന് കൂടി ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അതാണ് നിധിയുടെ പകയ്ക്ക് ഒരു കാരണം. സ്വന്തം സ്ഥാനം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടി.